ദേവീ മാഹാത്മ്യം. ദേവീ മാഹാത്മ്യം അഥവാ ദുർഗാ സപ്തശതി. ദേവീ മാഹാത്മ്യത്തിന് ദുർഗാ സപ്തശതി എന്നും ചണ്ഡി എന്നും പേരുണ്ട്. ഉവാച മന്ത്രങ്ങളടക്കം 700 മന്ത്രങ്ങൾ അടങ്ങിയതിനാലാണ് ഇത് സപ്തശതിയായത്. ദേവീ മാഹാത്മ്യത്തിന്റെ സാരം എങ്ങനെയാണ്? ദേവിയാണ് ഈ പ്രപഞ്ചത്തിന്റെ മൂലശക്തി. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവയ്ക്കെല്ലാം പിന്നിലെ ശക്തി ദേവിയാണെന്നാണ് ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ ഉള്ളിലെ അജ്ഞാനം, അഹങ്കാരം, മോഹം, ഭയം തുടങ്ങിയ അസുര സ്വഭാവങ്ങളെ നശിപ്പിച്ച് ജ്ഞാനവും ധൈര്യവും നൽകുന്ന ദൈവിക ശക്തിയാണ് ദേവി. മാർക്കണ്ഡേയ പുരാണത്തിലാണ് ദുർഗാ സപ്തശതി വരുന്നത്. ഇതിൽ 13 അധ്യായങ്ങളാണ്. ആദ്യത്തെ ഒരധ്യായം പ്രഥമചരിതവും, പിന്നത്തെ 3 അധ്യായങ്ങൾ മധ്യമചരിതവും, അവസാനത്തെ 9 അധ്യായങ്ങൾ ഉത്തമചരിതവുമാണ്. ഇത് മുഴുവൻ ദേവിയുടെ മഹാത്മ്യം വിളിച്ചോതുന്ന കഥകളാണ്. അതിൽ ദേവീ സ്തുതികളും വരും. പ്രഥമചരിതം എങ്ങനെയാണ്? ദേവി മധുകൈടവ അസുരന്മാരെ നിഗ്രഹിക്കുന്നു. അജ്ഞാനത്തിന്മേൽ ജ്ഞാനത്തിന്റെ വിജയം. ഇനി മധ്യമചരിതം. ദേവി മഹിഷാസുരനെ വധിക്കുന്നു. അഹങ്കാരത്തിന്മേൽ ധർമ്മത്തിന്റെ വിജയം. ഉത്തരചരിതം. ശുംഭ, നിശുംഭ, രക്തബീജൻ തുടങ്ങിയ അസുരന്മാരെ ദേവി നിഗ്രഹിക്കുന്നു. മനസ്സിലെ സൂക്ഷ്മമായ വാസനകളുടെയും ദുഷ്പ്രവണതകളുടെയും നാശം. അതിലെ പ്രസിദ്ധമായ ശ്ലോകമാണ് യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. എല്ലാ ജീവജാലങ്ങളിലും ശക്തിരൂപത്തിൽ വസിക്കുന്ന ദേവിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. ദേവീ മാഹാത്മ്യം പുറമേയുള്ള അസുരന്മാരുടെ കഥ മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ മഹിഷാസുരൻ, അതായത് അഹങ്കാരം, രക്തബീജൻ, അവസാനിക്കാത്ത ആഗ്രഹങ്ങൾ, ശുംഭൻ, ദർപ്പം, അഹങ്കാരം, നിശുംഭൻ, മമത ഇവയൊക്കെ ജയിച്ച് ആത്മശക്തിയെ ഉണർത്താനുള്ള മാർഗമാണ്. ദേവിയെ ആരാധിക്കാൻ ദേവീ മഹാത്മ്യത്തിന് തുല്യം മറ്റൊരു ഗ്രന്ഥവുമില്ല. ഇതിൽ പല കഥകളും വരുന്നുണ്ട്. ആദ്യത്തെ കഥ മധുവിന്റെയും കൈടവന്റെയുമാണ് 1-ാം അധ്യായത്തിൽ വരുന്നത്. ഈ അസുരന്മാർ ഉറങ്ങുന്ന വിഷ്ണുവിന്റെ ചെവിയിൽ നിന്ന് ജന്മമെടുക്കുകയും ബ്രഹ്മാവിനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങുകയും ചെയ്യാണ്. തന്റെ സൃഷ്ടിക്രിയ തുടരാൻ സഹായിക്കണം എന്ന് ബ്രഹ്മാവ് ദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ കണ്ണുകളിൽ നിദ്രാരൂപേണയാണ് ദേവി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താമസരൂപിയാണ്. സ്തൗമി നിദ്രാം ഭഗവതീം എന്നാണ് ബ്രഹ്മാവ് സ്തുതിക്കുന്നത്. ഇവിടെ ബ്രഹ്മാവിന്റെ ദേവീസ്തുതി വരുന്നുണ്ട്. ദേവി പ്രത്യക്ഷപ്പെട്ട് മഹാവിഷ്ണുവിനെ ഉണർത്തുന്നു. മഹാവിഷ്ണു അസുരന്മാരുമായി മല്ലിട്ട് 2 അസുരന്മാരെ കൊല്ലുകയും ചെയ്യും. ഇനി 2-ാമത്തെ കഥ മഹിഷാസുരന്റെയാണ്. പോത്തിന്റെ, അതായത് മഹിഷത്തിന്റെ രൂപമുള്ള ഈ അസുരൻ ദേവന്മാരെയും ഇന്ദ്രനെയും ദേവലോകത്ത് നിന്ന് തുരത്തി ഓടിച്ചു. അവരെല്ലാം പോയി തങ്ങളുടെ സങ്കടങ്ങൾ പരിഹരിക്കാൻ ബ്രഹ്മാവിനെ മുൻനിർത്തി വിഷ്ണു മഹേശ്വരന്മാരെ സമീപിച്ചു. വൃത്താന്തങ്ങളൊക്കെ കേട്ട്, കഥകളൊക്കെ കേട്ട് അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു. അതികോപം കാരണം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ മുഖത്തു നിന്നും ഓരോ തേജസ്സുകൾ പുറപ്പെട്ട് ഒന്നായി തീർന്ന് നാരീരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മുഖം ശംഭുവിന്റെ തേജസ്സിൽ നിന്നും, തലമുടി യമന്റേതിൽ നിന്നും, കൈകൾ വിഷ്ണു തേജസ്സിൽ നിന്നും ഉണ്ടായി. സ്തനങ്ങൾ ചന്ദ്രന്റേത്, മധ്യം ഇന്ദ്രന്റേത്, നിതംബം ഭൂമിയുടേത്, കാലുകൾ വരുണന്റേത്, പാദം ബ്രഹ്മാവിൻ്റേത്. ഇങ്ങനെ ഒരു തേജോപുഞ്ചം തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് എല്ലാ ദേവന്മാരും തങ്ങളുടേതായ ആയുധങ്ങൾ ദേവിക്ക് സമ്മാനിച്ചു. സമുദ്രം താമരമാലകൾ നൽകി, ഹിമവാൻ വാഹനായിട്ട് സിംഹത്തെ കൊടുത്തു, ശേഷൻ നാഗഹാരം കൊടുത്തു. സർവസന്നാഹങ്ങളും ദേവിയിൽ കേന്ദ്രീകരിച്ചു. ദേവി സർവശക്തിയായി. ദേവി ഒരു അട്ടഹാസം ചെയ്തപ്പോൾ ലോകം വിറച്ചു. മഹിഷാസുരനും ശബ്ദത്തിന്റെ ഉറവിടം തേടി സൈന്യസമേതനായിട്ട് പുറപ്പെട്ടു. അതിഭീഷണമായ ഘോരമായ യുദ്ധം തുടങ്ങി. ചിക്ഷുരൻ എന്ന അസുരൻ പടയോടെ മുന്നിൽ വന്നു നിന്നു. ആയുധങ്ങൾ ഉതിർത്തു. ദേവി തിരിച്ചു എതിർത്തു. സർവായുധങ്ങളും തകർത്തു. വാഹനമായ സിംഹവും സംഹാരതാണ്ഡവമാടി. ദേവന്മാർ സ്തുതിച്ചു, പുഷ്പവൃഷ്ടി ചെയ്തു. മഹാപരാക്രമിയായ ചിക്ഷുരനെ ദേവി കൊന്നു. പിന്നെ ചാമരൻ എന്ന അസുരൻ മുന്നിലെത്തി. മഹിഷാസുരന്റെ പ്രധാന സേനാനായകരിൽ ഒരാളാണ് ചാമരൻ. മഹിഷാസുരൻ ദേവിയോട് യുദ്ധം ചെയ്യുമ്പോൾ അവന്റെ സേനയിൽ ചിക്ഷുരൻ, ചാമരൻ,
ഉദഗ്രൻ, മഹാഹനു, അസിലോമൻ, അങ്ങനെ പല അസുരന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ ചാമരൻ ആനപ്പുറത്ത് കയറി ദേവിയോട് യുദ്ധം ചെയ്തു. ദേവിയുടെ വാഹനമായ സിംഹം ചാമരന്റെ ആനയുടെ മേല് ചാടി ആക്രമിച്ചു. തുടർന്ന് ദേവിയുടെ ശക്തി കൊണ്ട് ചാമരൻ വധിക്കപ്പെടുകയും ചെയ്തു. സിംഹം അവന്റെ തല അടിച്ചു തകർത്തു. കരാളനെ ഭൂതഗണങ്ങൾ ഇടിച്ചും കടിച്ചുമൊക്കെ കൊന്നു. ഉദ്ധതൻ, മഹാഹനു, ഉഗ്രാസ്യൻ, ഉഗ്രവീര്യൻ, ധുർധരൻ, ധുർമുഖൻ ഇങ്ങനെയുള്ള അസുരന്മാരെയൊക്കെ കാലപുരിക്ക് അയച്ചു. മഹിഷാസുരൻ തന്നെ പോത്തിന്റെ രൂപത്തിൽ വന്ന് കാലുകൊണ്ടും കൊമ്പുകൊണ്ടും ദേവകളെ തകർക്കാൻ തുടങ്ങി. ദേവി അവനെ കയറുകൊണ്ട് കെട്ടി. ഉടനെ അവൻ സിംഹത്തിന്റെ രൂപം എടുത്തു. അതിന്റെ തല അറുത്തപ്പോ അത് മനുഷ്യനായി, പിന്നെ ആനയായി. ആന സിംഹത്തെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റി വലിച്ചു. ദേവി തുമ്പിക്കൈ അറുത്തു. അവൻ വീണ്ടും മഹിഷരൂപം എടുത്തു. ദേവി അവന്റെ തല അറുത്തു. ഇനി 4-ാമത്തെ അധ്യായത്തില് ദേവന്മാരുടെ സ്തുതിയാണ്. പ്രസന്നയായ ദേവി അനുഗ്രഹിച്ച് മറഞ്ഞു. അങ്ങനെ മധ്യമചരിതം കഴിയാണ്. പിന്നെ അസുരന്മാരായ സുംബനും നിസുംബനും 10,000 വർഷം തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ച് വരങ്ങൾ നേടുകയാണ്. അഹങ്കാരം കൂടി 3 ലോകവും കീഴടക്കി ദേവന്മാര് വേഷം മാറി ഭൂമിയിൽ അലയേണ്ടി വന്നു. ദേവന്മാർ ഒന്നു ചേർന്ന് ഹിമാലയത്തിൽ ചെന്ന് ദുർഗാ ഭഗവതിയെ സ്മരിച്ചു, സ്തുതിച്ചു. അപ്പോ പാർവതി ഗംഗയിലേക്ക് കുളിക്കാൻ പോകുന്ന വഴി അവിടെ വന്നു. ദേവിയുടെ ശരീരകോശത്തിൽ നിന്നും കൗശികി എന്ന ദേവി പുറത്തു വന്നു. കാളിക, കൃഷ്ണ, അംബിക എന്നൊക്കെ ദേവിക്ക് പേരുണ്ട്. സുംബനിസുംബന്മാരുടെ ഭൃത്യന്മാരായ ചണ്ടമുണ്ടന്മാർ ദേവിയുടെ സൗന്ദര്യം യജമാനന്മാരെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്, വിസ്തരിച്ച് കേൾപ്പിക്കുകയാണ്. അവര് ദൂതനെ അയച്ചു, ദേവിയോട് പ്രണയാഭ്യർത്ഥന നടത്തി. അപ്പൊ ദേവി പറയണ എന്താ, എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയാണെങ്കിൽ എന്നെ വേട്ടുകൊള്ളൂ, കല്യാണം കഴിച്ചോളൂ എന്ന് പറയുവാണ്. അസുരർ ധൂമ്രലോചനെ സൈന്യസമേതം അയച്ചു. ദേവി അവനെ കൊന്നു. പിന്നെ ചണ്ടമുണ്ടാസുരന്മാരെ അയച്ചു. അവരെയും ദേവി കൊന്നു. സുംബൻ തന്നെ മഹാസൈന്യസമേതനായിട്ട് പുറപ്പെട്ടു. എല്ലാ ദേവകളും തൻ്റെ ശക്തികൾ ദേവിയിലേക്ക് ആവാഹിച്ചയച്ചു. അവ ഓരോന്നും അതാത് വാഹനത്തിലേറി അസുരനാശം ചെയ്യാൻ തുടങ്ങി. ബ്രഹ്മാണി ഹംസയുക്ത വിമാനത്തിലും മാഹേശ്വരി കാളപ്പുറത്തും കൗമാരി മയൂരവാഹനയായും വൈഷ്ണവി ഗരുഡന്റെ പുറത്തും ഇരുന്ന് പൊരുതി. വാരാഹി, നാരസിംഹി, ഐന്ദ്രി മുതലായവരും യുദ്ധകളത്തിൽ ഇറങ്ങി. യുദ്ധം മുറുകി. രക്തബീജാസുരന്റെ രക്തം വീണിടത്തു നിന്നെല്ലാം ആയിരക്കണക്കിന് രക്തബീജാസുരന്മാർ ഉയർന്നു വന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു, പാരിടം നിറഞ്ഞു. വീഴുന്ന ചോര ഭൂമിയിലെത്തുന്നതിന് മുമ്പ് തന്നെ കാളി ദേവി അവ നക്കി കുടിച്ചു. എല്ലാ ദേവതകളും ചോര കുടിച്ച് മത്തരായി. രക്തബീജനെ ചണ്ഡിക കൊന്നു. സുംബനും നിസുംബനും യുദ്ധത്തിനിറങ്ങി. അതിഭീഷണമായ യുദ്ധത്തിൽ നിസുംബൻ ബോധം കെട്ട് നിലം പതിച്ചു. ദേവിമാരും വാഹനങ്ങളും അട്ടഹാസം മുഴക്കി. സുംബൻ പകയോടെ തന്റെ പരാക്രമം കാട്ടി. നിസുംബനും എഴുന്നേറ്റു വന്നു. അവനെ ദേവി കുന്തം കൊണ്ട് കുത്തി മലർത്തി അട്ടഹസിച്ചു. മറ്റുള്ളവരുടെ ശക്തി കൊണ്ടല്ലേ നീ അഹങ്കരിക്കുന്നത് എന്ന് സുംബന്റെ ഒരു ചോദ്യം. എന്നാ കണ്ടോളൂ എന്ന് ചണ്ഡികാദേവി എല്ലാ ശക്തികളെയും തൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ച് ഭഗവതി ഒറ്റയ്ക്ക് യുദ്ധഭൂമിയിൽ ജ്വലിച്ചു നിന്നു. അവരുടെ യുദ്ധം 1000 വർഷം നീണ്ടു അത്രേ. ഇങ്ങനെയൊരു യുദ്ധം ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ദേവഗണങ്ങളും ഋഷിഗണങ്ങളും ഒക്കെ വാഴ്ത്തി. ചണ്ഡിക സുംബന്റെ വില്ലറുത്തു, വേല് പൊട്ടിച്ചു, വാള് മുറിച്ച് കുതിരകളെ കൊന്നു. സാരഥിയെയും വധിച്ചു. മുഷ്ടിയുദ്ധായി. പിന്നെ ദേവി അവനെ നെഞ്ചു പിളർത്തി കൊന്നുകളഞ്ഞു. ലോകം മുഴുവനും സ്വസ്ഥമായി. ദേവന്മാരുടെ നന്ദിപൂർവകമായ സ്തുതിയാണ് 11-ാമത്തെ അധ്യായം. ദേവി ചരിതം വായിക്കുകയോ കേൾക്കുകയോ ചെയ്താലുള്ള ഫലശ്രുതി, പഠനക്രമം ഇവയൊക്കെയാണ് 12, 13 അധ്യായങ്ങളിൽ പറയുന്നത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഈ ശ്ലോകം 11-ാമത്തെ അധ്യായത്തിലാണ് വരുന്നത്. ആ അധ്യായം നാരായണീ സ്തുതിയാണ്. ദേവി മഹാത്മ്യം നിത്യം വായിക്കാൻ കഴിയാത്തവര് ദേവതകളുടെ ഈ സ്തുതി നിത്യവും ചൊല്ലും. അതിനും പറ്റാത്തവര് മേൽപ്പറഞ്ഞ ഈ ഒരു ശ്ലോകമെങ്കിലും ചൊല്ലും. ദേവി പുറത്തല്ല, ധൈര്യമായും കരുണയായും ജ്ഞാനമായും എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന
ശക്തിയാണ്. ദുഃഖനാശകവും സമ്പത്ത് തരുന്നതുമാണ് ദേവീ പ്രസാദം. മോക്ഷപ്രദവുമാണ് ദേവീ പ്രീതി. സുമേധാവ് എന്ന മഹർഷിയുടെ അടുക്കൽ നിന്നും ദേവീ മഹാത്മ്യം ഒരേ സമയത്ത് ശ്രവിച്ച സുരത രാജാവും സമാധി എന്ന വൈശ്യനും ദേവിയെ ദേവീ മഹാത്മ്യം കൊണ്ട് ഭജിച്ചു, പ്രസാദിപ്പിച്ചു. സുരതൻ നഷ്ടപ്പെട്ട രാജ്യമാണ് തിരികെ ചോദിച്ചത്. സമാധി ആത്മജ്ഞാനവും രണ്ടുപേർക്കും ചോദിച്ചത് കിട്ടി. അങ്ങനെ സക്തനും ഭക്തനും വിരക്തനും പറ്റിയ ഗ്രന്ഥമാണ് ചണ്ഡി. ഇഷ്ടസിദ്ധിക്ക് ദേവിയെ പോലെ ഉപാസിയായ മറ്റൊരു ദേവതയില്ല. ആ ദേവിയെ ആരാധിക്കാൻ ദേവീ മഹാത്മ്യത്തിന് തുല്യം മറ്റൊരു ഗ്രന്ഥവുമില്ല.